കെ.എസ്.ആർ.ടി.സി പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ കൊറിയർ സർവീസ് വൻ വിജയത്തിലേക്ക്. സംസ്ഥാന തലത്തിൽ കണ്ണൂർ ജില്ലയിലും മികച്ച നേട്ടമാണ് കോർപ്പറേഷൻ കൈവരിച്ചിരിക്കുന്നത്. വൈറ്റില ഡിപ്പോയാണ് സംസ്ഥാനത്ത് കൊറിയർ സർവീസിൽ 1-ാം സ്ഥാനത്ത്. തിരുവനന്തപുരം 2-ഉം കോഴിക്കോട് 3-ഉം സ്ഥാനങ്ങൾ കൈവരിച്ചപ്പോൾ തൊട്ടു പിന്നാലെ കണ്ണൂരുമെത്തി. ദിനംപ്രതി 10,000 രൂപ വരെയാണ് കണ്ണൂരിൽ കൊറിയർ വഴിയുള്ള വരുമാനം. നിലവിൽ ആവശ്യക്കാർ ഏറിയിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. ജനങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ സാധനങ്ങൾ സംസ്ഥാനത്തിന്റെ ഏതു ഭാഗത്തേക്കും വിശ്വാസ്യതയോടെ കൃത്യമായി എത്തിക്കുമെന്ന പ്രത്യേകതയാണ് തങ്ങളുടെ കൊറിയർ സർവീസിനെ കുറിച്ച് കെ.എസ്.ആർ.ടി.സി അവകാശപ്പെടുന്നത്. 2 വർഷം മുൻപാണ് കെ.എസ്.ആർ.ടി.സി കൊറിയർ സർവീസ് തുടങ്ങിയത്. 15 കിലോ വീതമാണ് പരമാവധി ഒരു പെട്ടിയിൽ ഉൾക്കൊള്ളിക്കുന്ന ഭാരം. പൊട്ടിപ്പോകുന്ന വസ്തുക്കൾ കൊറിയറിൽ എടുക്കില്ല. ചെറിയ കവർ മുതൽ 1 കിലോ വരെയുള്ള കൊറിയർ സർവീസിലും 1 കിലോ മുതൽ 120 കിലോ വരെ പാഴ്സലായിട്ടുമാണ് അയക്കുന്നത്. കെ.എസ്.ആർ.ടി.സി നൽകുന്ന സ്ലിപ്പിന്റെ കോപ്പിയുമായി ഡിപ്പോകളിൽ ചെന്നാൽ ഉടമസ്ഥർക്ക് സാധനം കൈപ്പറ്റാം. ഇടനിലക്കാരില്ലാതെ കെ.എസ്.ആർ.ടി.സി ഡിപ്പോകളെ മാത്രം ബന്ധിപ്പിച്ചാണ് കൊറിയർ സർവീസ്. ഡിപ്പോകളിലെ സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസിനോട് ചേർന്നാണ് പ്രവർത്തനം. പാനൽ ജീവനക്കാരാണ് കൗണ്ടറിൽ ജോലി ചെയ്യുന്നത്. നിലവിൽ സ്വകാര്യ വ്യക്തികളും ആശുപത്രികളും മരുന്ന് കമ്പനികളുമാണ് കൂടുതലായി കെ.എസ്.ആർ.ടി.സിയുടെ കൊറിയർ സർവീസിനെ ആശ്രയിക്കുന്നത്. നേരത്തെ സ്വകാര്യ സ്ഥാപനത്തിന്റെ സഹകരണത്തോടെ കെ.എസ്.ആർ.ടി.സി കൊറിയർ സർവീസ് നടത്തിയിരുന്നെങ്കിലും പരാജയപ്പെടുകയായിരുന്നു.